നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിലെ 3ാമത്തെ ബ്ലോക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ യൂണിറ്റ് സ്പീക്കിംഗ്. അപ്പോൾ സ്പീക്കിംഗ് എന്താണെന്ന് നോക്കാം. സ്പീക്കിംഗ് ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയമാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ദ പ്രൈമറി പേർപ്പസ് ഓഫ് സ്പീച്ച്, അപ്പോൾ നമ്മുടെ സ്പീച്ചിൻ്റെ പ്രൈമറി പേർപ്പസ് എന്താണ്? ഈസ് ടു ഡെലിവർ എ മെസ്സേജ് ടു ദ ഓഡിയൻസ്. ഓഡിയൻസിലേക്ക് ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് സ്പീക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ വെൽ ഡിസൈൻഡ് പ്രസൻറ്റഡ് സ്പീച്ച് ഹാസ് ദ പവർ ടു ടച്ച് ദ ഹാർട്ട്സ് ഓഫ് ദ ഓഡിയൻസ്. അപ്പോൾ വളരെ പ്രസൻറ്റബിളായിട്ട് അല്ലെങ്കിൽ എങ്ങനെ വെൽ ഡിസൈൻഡായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന അവതരിപ്പിക്കുന്ന ഒരു സ്പീച്ച് ഒത്തിരി ആൾക്കാരുടെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്പീച്ചസ് ആണ്. ഓക്കെ, 4 തരം സ്പീച്ചസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത് ഇംപ്രോംപ്റ്റു സ്പീക്കിംഗ്. എന്താണ് ഇംപ്രോംപ്റ്റു സ്പീക്കിംഗ് എന്ന് നോക്കാം. ദിസ് ഇൻവോൾവ്സ് ഡെലിവറിങ് എ സ്പീച്ച് വിത്ത് നോ പ്രയർ പ്രിപ്പറേഷൻ. അതായത് ഒരു മുൻകൂട്ടി ഒരു തയ്യാറെടുപ്പുകളോടും കൂടി അല്ലാതെ നമ്മളൊരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്യുന്നതിനെ ഇംപ്രോംപ്റ്റു സ്പീക്കിംഗ് എന്ന് പറയുന്നു. ദ സ്പീക്കർ മസ്റ്റ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ ഓർ ടോപ്പിക് സ്പോണ്ടേനിയസ്ലി. അതായത് സ്പീക്കർ ആ സ്പീച്ച് പറയുന്ന ആൾ സാഹചര്യത്തിന് അനുയോജ്യമായി പെട്ടെന്ന് തന്നെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഇംപ്രോംപ്റ്റു സ്പീക്കിംഗ്. മേക്കിംഗ് ഇറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ചാലഞ്ചിങ് ഫോം ഓഫ് സ്പീച്ച് ഡെലിവറി. അതായത് എല്ലാ ടൈപ്പ് ഓഫ് സ്പീച്ചസിനെ വെച്ച് നോക്കുമ്പോഴും ഇതാണ് ഏറ്റവും അധികം ചാലഞ്ചിങ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ സ്പീച്ചിൻ്റെ കീ ഫീച്ചർ എന്താണ്? ദ എബിലിറ്റി ടു തിങ്ക് ഓൺ യുവർ ഫീറ്റ്. അതായത് സ്വന്തമായി ആശയങ്ങൾ ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ ചിന്തിക്കാനും. ആൻഡ് സ്പീക്ക് കോഹറൻ്റ്ലി ഈസ് കീ ഹിയർ. അതായത് യുക്തിക്കനുസരിച്ച് സംസാരിക്കാനുള്ള കഴിവാണ് ഇംപ്രോംപ്റ്റു സ്പീക്കിങ്ങിൻ്റെ 2 ഫീച്ചേഴ്സ്. നമ്മളെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്പീച്ച് ഏതാണ്? എക്സ്റ്റംപോറേനിയസ് സ്പീക്കിംഗ്. എന്താണ് എക്സ്റ്റംപോറേനിയസ് സ്പീക്കിംഗ് എന്ന് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് സ്പീച്ച് ഈസ് പ്രിപ്പയർഡ് ആൻഡ് റിഹേഴ്സ്ഡ് ബട്ട് ഡെലിവേർഡ് വിത്തൗട്ട് ദ യൂസ് ഓഫ് നോട്ട്സ് ഓർ എ സ്ക്രിപ്റ്റ്. അതായത് ഈ സ്പീച്ച് എങ്ങനെയാണ്? മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ആൻഡ് റിഹേഴ്സ്ഡ്, അതായത് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്പീച്ച് നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി റിഹേഴ്സലൊക്കെ എടുത്തതിന് ശേഷം വിത്തൗട്ട് ദ യൂസ് ഓഫ് നോട്ട്സ് ഓർ സ്ക്രിപ്റ്റ്. അതായത് ഇത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നോട്ട്സോ സ്ക്രിപ്റ്റോ ഒന്നും കാണത്തില്ല. അതായത് നേരത്തെ മുൻകൂട്ടി നമ്മളെല്ലാം റിഹേഴ്സൽ ചെയ്ത് പഠിച്ച് വെച്ചിരിക്കുന്ന ഒരു നോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രസൻറ്റ് ചെയ്യുന്നു. പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നോട്ടോ സ്ക്രിപ്റ്റോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ദ സ്പീക്കർ ഓർഗനൈസസ് ദെയർ ഐഡിയാസ് ബിഫോർ ഹാൻഡ്. അതായത് പറയാൻ പോകുന്ന വ്യക്തി, ഈ സ്പീച്ച് ചെയ്യാൻ പോകുന്ന വ്യക്തി, സ്പീക്കർ എന്ത് ചെയ്യണം? ഐഡിയാസൊക്കെ നേരത്തെ തന്നെ ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കണം. ബട്ട് മെയിൻറ്റെയിൻസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ദെയർ ഡെലിവറി ആൻഡ് അലോയിങ് ഫോർ എ മോർ നാച്ചുറൽ ആൻഡ് കോൺവെർസേഷണൽ ടോൺ. അതായത് നമ്മളിത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിന് ഇത് കോൺവെർസേഷണൽ ടോണിലാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ, അതായത് കുറച്ചുകൂടി നാച്ചുറലായിട്ടും ഇടപഴകുന്ന രീതിയിൽ, ഓഡിയൻസുമായിട്ട് ഇടപഴകി സംസാരിക്കുന്ന രീതിയിൽ ഈ സ്പീച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടുള്ളത്. അടുത്ത് നമ്മുടെ 3ാമത്തെ ടൈപ്പ് ഓഫ് സ്പീച്ച് ഏതാണ്? മാനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ്. ഓക്കെ, ദിസ് ഇൻവോൾവ്സ് റീഡിങ് ഡയറക്ട്ലി ഫ്രം എ റിട്ടേൺ സ്ക്രിപ്റ്റ് ഓർ മാനുസ്ക്രിപ്റ്റ്. അതായത് നമ്മൾ സ്പീച്ച് നടത്തുന്ന സമയത്ത്, നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? ഒരു റിട്ടേൺ സ്ക്രിപ്റ്റോ ഓർ മാനുസ്ക്രിപ്റ്റോ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതായത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന മാറ്റർ നോക്കി വായിക്കുന്നതിനെയാണ് മാനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾസോ ഇറ്റ് എൻഷുവേഴ്സ് പ്രിസിഷൻ ഇൻ ഡെലിവറിങ് ദ സ്പീച്ച്. അതായത് നമ്മളെ കയ്യിലുള്ള ആ മാറ്റർ എന്തായിരിക്കും? കറക്റ്റ് പോയിൻ്റ് ആയിരിക്കും. നമുക്ക് പറയേണ്ട കറക്റ്റ് പോയിൻ്റ് ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടാകുന്നത്. ഇറ്റ് ഓഫൺ ലാക്സ് എൻഗേജ്മെൻറ്റ് വിത്ത് ദ ഓഡിയൻസ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസുമായിട്ടൊരു കോണ്ടാക്റ്റ് നഷ്ടപ്പെടുന്നു. സ്പീക്കറിന് മുന്നിലിരിക്കുന്ന ഓഡിയൻസിനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എപ്പോഴും എവിടെയായിരിക്കും? ടെക്സ്റ്റിലായിരിക്കും. അദ്ദേഹത്തിന് നോക്കി വായിക്കാനുള്ള ആ സ്ക്രിപ്റ്റിലായിരിക്കും. അടുത്ത നമ്മുടെ 4ാമത്തെ ടൈപ്പ് ഓഫ് സ്പീച്ച് ഏതാണ്? മെമ്മറൈസ്ഡ് സ്പീക്കിംഗ്. ഇവിടെ പറയുന്നത് ദ സ്പീക്കർ മെമ്മറൈസസ് ദ എൻറ്റയർ സ്പീച്ച്. അതായത് സ്പീക്കർ അവതരിപ്പിക്കുന്ന വ്യക്തി, അല്ലെ, സ്പീച്ച് അവതരിപ്പിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു ടെക്സ്റ്റ് കാണാതെ പഠിച്ചതിന് ശേഷം അത് വന്ന് പ്രസൻറ്റ് ചെയ്യുന്നു, സ്പീച്ചായിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നു. ആൻഡ് ഡെലിവർ ഇറ്റ് വിത്തൗട്ട് നോട്ട്സ്. അപ്പോൾ നോട്ട്സിൻ്റെ ആവശ്യമില്ല, അല്ലേ? നമ്മൾ കാണാതെ പഠിച്ച ഒരു മാറ്റർ പ്രസൻറ്റ് ചെയ്യാൻ നോട്ട്സിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കാണാതെ പഠിച്ചത് മെമ്മറൈസ് ചെയ്ത് പറയുന്നതിനെ മെമ്മറൈസ്ഡ് സ്പീക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈൽ ഇറ്റ് അലൗസ് ഫോർ ദ ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ വിത്ത് ദ ഓഡിയൻസുമായിട്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ
സംഭാഷണം ഉണ്ടാവുമെങ്കിൽ പോലും മെമ്മറൈസേഷൻ ക്യാൻ ലീഡ് ടു ആങ്സൈറ്റി. നമ്മൾ ഓർത്തെടുക്കുന്ന സമയത്ത് നമ്മളിൽ എന്താണ് ഒരു ഉത്കണ്ഠ ഉണ്ടാകുന്നു. ആൻഡ് ദ സ്പീച്ച് മേ ലാക്ക് സ്പോണ്ടേനിറ്റി ഇഫ് നോട്ട് പെർഫോംഡ് വെൽ. അതായത് നമ്മൾ നല്ല രീതിക്ക് പെർഫോം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടുന്നു, സ്പോണ്ടാനിറ്റി നഷ്ടപ്പെടുന്നു. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് സ്പീച്ചസ് ബൈ പർപ്പസ്. ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ടൈപ്സ് ഓഫ് സ്പീച്ചസ് ആണ്. അത് എത്രയായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നു? 4 ക്ലാസിഫൈ ചെയ്യാം. പെർസ്വാസീവ് സ്പീച്ച്, ഇൻഫോർമേറ്റീവ് സ്പീച്ച്, ഡെമോൺസ്ട്രേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ് സ്പീച്ച്. അങ്ങനെ 4 രീതിയിലുള്ള സ്പീച്ചസ് ആണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേത് പെർസ്വാസീവ് സ്പീച്ച്. എന്താണ് പെർസ്വാസീവ് സ്പീച്ച് എന്ന് നോക്കാം. ദ പ്രൈമറി എയിം ഈസ് ടു കൺവിൻസ് ദ ഓഡിയൻസ്. ഇതിൻ്റെ പ്രൈമറി എയിം എന്താണ്? ഇതിൻ്റെ പ്രഥമ ലക്ഷ്യം എന്താണ്? ടു കൺവിൻസ് ദ ഓഡിയൻസ്. ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുക. എന്താണ് കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടത്? ടു അക്സെപ്റ്റ് എ പെർട്ടിക്കുലർ വ്യൂ പോയിൻറ്റ്, ബിലീഫ് ഓർ കോസ് ഓഫ് ആക്ഷൻ. അതായത് സ്പീക്കറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ, സ്പീക്കറിൻ്റെ ആശയങ്ങൾ, ഐഡിയോളജീസൊക്കെ ഓഡിയൻസിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് പെർസ്വാസീവ് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ചലഞ്ചിങ് ഫോംസ് ഓഫ് സ്പീക്കിംഗ്. അപ്പോൾ സ്പീക്കിങ്ങിൻ്റെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്പീച്ചാണ് പെർസ്വാസീവ് എന്ന് പറയുന്നത്. ആസ് ഇറ്റ് റിക്വസ്റ്റ് ചേഞ്ചിങ് ദ ഓഡിയൻസ് മൈൻഡ് സെറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റി സ്പീക്കറിൻ്റെ ഐഡിയോളജി ഉൾക്കൊള്ളുന്ന ഒരു മനസ്സാക്കി മാറ്റുന്നതാണ് ഈ ടൈപ്പ്. വിച്ച് ഇൻവോൾവ് സ്ട്രോങ് ആർഗ്യുമെൻറ്റേഷൻ. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? സ്ട്രോങ് ആർഗ്യുമെൻറ്റേഷൻ. അപ്പോൾ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? ശക്തമായ വാദങ്ങൾ വേണ്ടി വരും. ഇമോഷണൽ അപ്പീൽ, അതായത് വൈകാരികപരമായിട്ട് നമുക്ക് അപ്പീൽ ചെയ്യേണ്ടി വരും. ക്രെഡിബിൾ എവിഡൻസ്, അതായത് അവരെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള എവിഡൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കാണിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് പെർസ്വാസീവ് സ്പീച്ചിൽ ഉൾക്കൊള്ളുന്ന ഫാക്ടേഴ്സ്. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഇൻഫോർമേറ്റീവ് സ്പീച്ചാണ്. അപ്പോൾ ആ വേർഡ് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ഇൻഫോർമേറ്റീവ്, എന്തെങ്കിലും വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും അല്ലേ? ഇൻ ദിസ് ടൈപ്പ് ഓഫ് സ്പീച്ച്, ഈ തരം സ്പീച്ചിൽ, ഈ തരത്തിൽ എന്താണ്? ദ സ്പീക്കേഴ്സ് ഗോൾ ഈസ് ടു ഇൻഫോം ഓർ എഡ്യൂക്കേറ്റ് ദ ഓഡിയൻസ് ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. ഇവിടെ സ്പീക്കറിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? ടു ഇൻഫോം ഓർ എഡ്യൂക്കേറ്റ് ദ ഓഡിയൻസ് ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് ഓഡിയൻസിന് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രൈമറി ഗോൾ, അതായത് സ്പീക്കറിൻ്റെ പ്രഥമ ഉദ്ദേശം. ദി സ്പീച്ചസ് ആർ സ്ട്രക്ചേർഡ് അറൗണ്ട് ഫാക്ട്സ്. ഈ സ്പീച്ച് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും? ഫാക്ട്സിനെ കുറിച്ച്. ഫാക്ട്സ് എന്ന് പറയുമ്പോൾ വസ്തുതകളെക്കുറിച്ചും എക്സ്പ്ലനേഷൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ടു മേക്ക് ദ സബ്ജക്റ്റ് മാറ്റർ ക്ലിയർ ആൻഡ് ആക്സസിബിൾ ടു ദ ഓഡിയൻസ്. ഓഡിയൻസിന് ക്ലിയറായും ക്ലിയറായിട്ട് ഒരു മാറ്ററിനെ കുറിച്ച് വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ വസ്തുതകളും എക്സ്പ്ലനേഷനും ഒക്കെ കൊടുക്കുന്ന രീതിയാണ് ഇൻഫോർമേറ്റീവ് സ്പീച്ച്. നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സ്പീച്ച് എങ്ങനെയാണ്? ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ചാണ്. ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ചിൽ ഉൾക്കൊള്ളുന്ന എന്തൊക്കെയാണ്? ദിസ് ഇൻവോൾവ്സ് എക്സ്പ്ലൈനിങ് ഹൗ ടു ഡു സംതിങ് ഓർ ഡെമോൺസ്ട്രേറ്റിംഗ് എ പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതായത് ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സ്പീച്ചാണ് ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച്. എങ്ങനെയുള്ളതായിരിക്കും അത്? അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഓഡിയൻസിനെ നമ്മൾ ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന രീതിയാണ് ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഇൻസ്ട്രക്ഷണൽ കോണ്ടെക്സ്റ്റ്. അതായത് നമ്മളൊരു നിർദ്ദേശം കൊടുക്കുന്ന രീതിയിലാണ് ഈ സ്പീച്ച് നടത്തുന്നത്. വേർ ദ ഓഡിയൻസ് ഈസ് ഷോൺ ഹൗ ടു കംപ്ലീറ്റ് എ ടാസ്ക് ഓർ ആക്ടിവിറ്റി. ഇവിടെ ഓഡിയൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് സ്പീച്ചാണ് ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച്. നമ്മുടെ അവസാനത്തെ സ്പീച്ച് ഏതാണെന്ന് നോക്കാം. എൻ്റർടൈനിങ് സ്പീച്ചാണ്. അവസാനത്തെ ടൈപ്പ് ഓഫ് സ്പീച്ച് ഏതാണ്? എൻ്റർടൈനിങ് സ്പീച്ച്. എന്താണ് എൻ്റർടൈനിങ് സ്പീച്ചിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്? അതിൻ്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ഈസ് ടു എൻ്റർടൈൻ ദ ഓഡിയൻസ്. ആ വാക്ക് പറയുന്ന പോലെ തന്നെ ഓഡിയൻസിനെ എന്ത് ചെയ്യുക? എൻ്റർടൈൻ ചെയ്യുക. ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യുക. These speeches are designed to engage, amuse or provide enjoyment, often through humor or storytelling. അതായത് നമ്മളെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമറോ തമാശകളോ സ്റ്റോറി ടെല്ലിങ് കഥകളോ ഒക്കെ പറയുന്ന സ്പീച്ചിനെയാണ് എൻ്റർടൈനിങ് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്പ് ഓഫ് സ്പീച്ചസ് അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒക്കേഷൻ. പ്രത്യേക ഒക്കേഷനിൽ, പ്രത്യേക അവസരത്തിൽ നടത്തുന്ന ടൈപ്സ് ഓഫ് സ്പീച്ചസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. 8 കോമൺ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ഒക്കേഷൻ സ്പീച്ചസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് ഇൻട്രൊഡക്ഷൻ, അടുത്തത് പ്രസൻറ്റേഷൻ,
പിന്നെ ടോസ്റ്റ്, റോസ്റ്റ്, അക്സെപ്റ്റൻസ്, കോമെമ്മറേറ്റീവ് സ്പീച്ച്, ഫെയർവെൽ, അവസാനത്തേത് യൂലജി. ഓക്കെ, നമുക്ക് ആദ്യത്തെ നോക്കാം. ആദ്യത്തെ ടൈപ്പ് ഓഫ് സ്പീച്ച് ഏതാണ്? ഇൻട്രൊഡക്ഷൻ. എന്താണ് ഇൻട്രൊഡക്ഷൻ? എ ഷോർട്ട് സ്പീച്ച് മെൻ ടു ഇൻട്രൊഡ്യൂസ് എ സ്പീക്കർ ടു ദ ഓഡിയൻസ്. ഓഡിയൻസിന് സ്പീക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയ സ്പീച്ച്, ഒരു ഷോർട്ട് സ്പീച്ചിനെയാണ് ഇൻട്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഓഡിയൻസിന് നമ്മൾ സ്പീക്കറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഒക്കേഷൻ, ഒരു ടൈപ്പ് ഓഫ് സ്പീച്ച്, ഒരു ഷോർട്ട് സ്പീച്ചിനാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്പീച്ച് ഏതാണ്? പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷൻ അതായത് ഒരു അവാർഡ് സെറിമണിക്ക് അവാർഡൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പീച്ചാണ് പ്രസൻറ്റേഷൻ. അടുത്തത് ടോസ്റ്റ്. എന്താണ് ടോസ്റ്റ്? ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ടോസ്റ്റ് ആണ്. എന്താണ് ടോസ്റ്റ്? എ ബ്രീഫ് സ്പീച്ച് ദാറ്റ് കമൻസ് എ പേഴ്സൺ ഓർ ആൻ ഇവൻറ്റ് ടിപ്പിക്കലി ഗിവൺ ഇൻ സെലിബ്രേഷൻ സച്ച് ആസ് വെഡ്ഡിങ്, ബർത്ത്ഡേസ് ഓർ അച്ചീവ്മെൻറ്റ്സ്. അതായത് വെഡ്ഡിങ് ഫംഗ്ഷൻസിനും അതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻസിലും ഒക്കെ നടത്തുന്ന ഒരു ബ്രീഫ് സ്പീച്ചിനെയാണ് ടോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണ് റോസ്റ്റ് എന്ന് നോക്കാം. എ ഹ്യൂമറസ് ആൻഡ് അഫെക്ഷനേറ്റ് സ്പീച്ച് ഇൻ വിച്ച് ദ സ്പീക്കർ ടീസസ് ഓർ ജോക്സ് അബൌട്ട് ദ പേഴ്സൺ ബീയിങ് ഓണേർഡ്, ഓഫൺ ഹൈലൈറ്റിംഗ് ദ അച്ചീവ്മെൻറ്റ്സ് ഇൻ എ ലൈറ്റ് ഹാർട്ടഡ് വേ. അതായത് വേദിയിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിയെ സ്പീക്കർ എന്ത് ചെയ്യാണ്? ചെറിയ രീതിയിൽ ഹ്യൂമറസ് ആയിട്ട് കളിയാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പീച്ചിനെയാണ് റോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദരിക്കപ്പെട്ട വ്യക്തിയെ ഒരിക്കലും കളിയാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് രസകരമാക്കാൻ വേണ്ടിയിട്ടാണ് സ്പീക്കർ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഈ ടൈപ്പിനെയാണ് നമ്മൾ റോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത അഞ്ചാമത്തേത് അക്സെപ്റ്റൻസ് ആണ്. എന്താണ് അക്സെപ്റ്റൻസ്? എ സ്പീച്ച് ഗിവൺ ബൈ ദ റെസിപ്പിയൻറ്റ് ഓഫ് ആൻ അവാർഡ് ഓർ ഓണർ ടു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രിസിയേഷൻ ഫോർ ദ റെക്കഗ്നേഷൻ. അതായത് വേദിയിൽ ആദരിക്കപ്പെട്ട വ്യക്തി അതിനെക്കുറിച്ച് നന്ദി പ്രകടിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് സ്പീച്ചിനെയാണ് അക്സെപ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറാമത്തേത് കോമെമ്മറേറ്റീവ് സ്പീച്ചാണ്. എന്താണ് കോമെമ്മറേറ്റീവ് സ്പീച്ച്? പ്രസൻറ്റഡ് അറ്റ് ഫോമൽ ഇവൻറ്റ്സ് സച്ച് ആസ് കോൺഫറൻസ് ഓർ മീറ്റിംഗ്സ്. കോമെമ്മറേറ്റീവ് സ്പീച്ചസ് അപ്ലോഡ് ഓർ ഓണർ എ പേഴ്സൺ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഇവൻറ്റ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചു കൂട്ടുന്ന ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ മീറ്റിങ്ങിനെയാണ് കോമെമ്മറേറ്റീവ് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ നേട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്പീച്ചാണ് കോമെമ്മറേറ്റീവ് സ്പീച്ച്. ഏഴാമത്തെ ടൈപ്പ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഫെയർവെൽ ആണ്. എന്താണ് ഫെയർവെൽ എന്ന് നോക്കാം. ദിസ് സ്പീച്ച് ഈസ് ഗിവൺ വെൻ സമൺ ഈസ് ലീവിങ് ആൻ ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ടൈപ്പ് ഓഫ് സ്പീച്ച് എപ്പോൾ നടത്തുന്നതാണ്? ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൽ നിന്നോ സംഘടനയിൽ നിന്നോ പിരിഞ്ഞു പോകുന്ന സമയത്ത് പ്രസൻറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്പീച്ചാണ് ഫെയർവെൽ. ഓഫൻ ആസ് എ പ്ലാൻഡ് ഗുഡ് ബൈ വിത്ത് റിഫ്ലക്ഷൻ ഓൺ ദ പാസ്റ്റ് ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ ദ ഫ്യൂച്ചർ. അതായത് ഇത് ഒരു പ്ലാൻഡ് ഗുഡ് ബൈ പറച്ചിലായിരിക്കും. അതായത് പ്ലാൻഡ് ആയിട്ട് നമ്മൾ ഒരു യാത്ര പറയുന്നതായിരിക്കും. വിത്ത് റിഫ്ലക്ഷൻ ഓൺ ദ പാസ്റ്റ് ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ ദ ഫ്യൂച്ചർ. ഈ വ്യക്തി ആ ഓർഗനൈസേഷനിൽ പാസ്റ്റിൽ മുൻകാലത്ത് ഉണ്ടായിരുന്നപ്പോഴുള്ളതും അതുപോലെ ഫ്യൂച്ചറിൽ അദ്ദേഹത്തിന് നൽകുന്ന ബെസ്റ്റ് വിഷസും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സ്പീച്ചാണ് ഫെയർവെൽ. അത് നമ്മളെ എട്ടാമത്തെ ടൈപ്പ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് യൂലജിയാണ്. എന്താണ് യൂലജി? എ ഹാർട്ട് ഫെൽറ്റ് സ്പീച്ച് ഡെലിവേർഡ് അറ്റ് എ ഫ്യൂണറൽ ഓർ മെമ്മോറിയൽ സെറിമണി to honor and celebrate the life of the deceased, offering condolences to the grieving family. അതായത് എ ഹാർട്ട് ഫെൽറ്റ് സ്പീച്ച്, വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സ്പീച്ച് എപ്പോഴാണ്, ഏതവസരത്തിലാണ്? ഫ്യൂണറൽ, ശവസംസ്കാര സമയത്തോ അല്ലെങ്കിൽ ഓർമ്മ പുതുക്കൽ ദിവസമോ നടത്തുന്ന ഒരു സ്പീച്ച്, മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ച് നടത്തുന്ന ഒരു സ്പീച്ചിനെയാണ് യൂലജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഓഡിയൻസ് ആണ്. വിവിധ തരം ഓഡിയൻസ് അല്ലേ, വിവിധ ടൈപ്പ് ഓഫ് ഓഡിയൻസ്. അതിൽ ഒന്നാമത്തേത് ഹോസ്റ്റൈൽ ഓഡിയൻസ്. എന്താണ് ഹോസ്റ്റൈൽ ഓഡിയൻസ്? ദിസ് ഓഡിയൻസ് ഡസൻ ലൈക്ക് ലിസണിങ് ടു യു. അതായത് മുന്നിൽ നിൽക്കുന്ന സ്പീക്കർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് ഹോസ്റ്റൈൽ ഓഡിയൻസ്. ദിസ് മേ ബി ഡ്യൂ ടു ഡിസ്ഇൻട്രസ്റ്റ്. അതായത് ഇങ്ങനെ ഓഡിയൻസ് ആക്ട് ചെയ്യുന്ന എന്തുകൊണ്ടായിരിക്കാം? ഡ്യൂ ടു ഡിസ്ഇൻട്രസ്റ്റ്, പറയുന്ന വിഷയത്തിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം. ദിസ് ഇൻഡിഫറൻസ് ഓഫ് ഓഡിയൻസ് ക്യാൻ ബി ഓവർകം ബൈ. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഇല്ലായ്മ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? യൂസ് ഹ്യൂമർ. നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, സ്പീച്ച് നടത്തുന്ന സമയത്ത് ഹ്യൂമർ ഇൻവോൾവ് ചെയ്യുക, രസകരമായിട്ട് സിറ്റുവേഷൻസ് കൊണ്ടുവരിക.
അടുത്ത് എൻഗേജ് ദം ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, അതായത് മുന്നിലിരിക്കുന്ന ഓഡിയൻസിനോട് ചോദ്യോത്തരങ്ങൾ നടത്തുക, അതായത് ചോദ്യങ്ങൾ ചോദിക്കാം, അങ്ങനെ അവരെയും സ്പീച്ചിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. മൂന്നാമത്തെ പോയിൻറ്റ്, യൂസ് പ്ലെൻറ്റി ഓഫ് റെഫറൻസസ് ആൻഡ് ഫാക്ട്സ് ടു സപ്പോർട്ട് പോയിൻറ്റ്സ്, അതായത് നമ്മുടെ പോയിൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് റെഫറൻസുകളും അതുപോലെ ഫാക്ട്സ് വസ്തുതകളും ഉൾപ്പെടുത്തുക. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഓഡിയൻസ്, ക്രിട്ടിക്കൽ ഓഡിയൻസ്. എന്താണ് ക്രിട്ടിക്കൽ ഓഡിയൻസ് എന്ന് നോക്കാം. ദിസ് കൈൻഡ് ഓഫ് ഓഡിയൻസ് ക്യാൻ ബി സീൻ അറ്റ് ടെക്നിക്കൽ കോൺഫറൻസ് ഓർ മീറ്റിംഗ്, അതായത് ഒരു കോൺഫറൻസിലോ മീറ്റിങ്ങിലോ ഒക്കെ കാണുന്ന തരം ഓഡിയൻസിനെയാണ്, ഓക്കെ, അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഓഡിയൻസ് എന്ന് പറയുന്നത്. എന്താണ് അവരുടെ എയിം? ദേ വുഡ് ബി കീൻ ഓൺ പ്രൊവൈഡിങ് ഓർ എക്സ്പോസിങ് മിസ്റ്റേക്സ് ഇൻ അവർ പോയിൻറ്റ്, നമ്മൾ പറയുന്ന ഒരു പോയിൻറ്റിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ദ ഫോളോയിങ് ടെക്നിക് ക്യാൻ ബി ഓവർകം ദ പ്രോബ്ലം. ഓക്കെ, നമുക്ക് താഴെ പറയുന്ന കുറച്ച് പോയിൻറ്റ്സ് ടെക്നിക്സ് ഉപയോഗിച്ച് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിൻറ്റ്, പ്രസൻറ്റ് വിത്ത് പ്ലെൻറ്റി ഓഫ് എവിഡൻസസ് വിത്ത് സ്ട്രോങ് റെഫറൻസ്. നമ്മൾ പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഒത്തിരി എവിഡൻസ് ഉണ്ടായിരിക്കണം, പ്രൂഫ് ഉണ്ടായിരിക്കണം. വിത്ത് സ്ട്രോങ് റെഫറൻസസ്, സ്ട്രോങ് ആയിട്ടുള്ള റെഫറൻസസും ഉണ്ടായിരിക്കണം. അടുത്തത് രണ്ടാമത്തേത്, അവോയ്ഡ് എക്സാജറേഷൻ ആൻഡ് സ്റ്റിക്ക് ടു ഫാക്ട്സ്, അതായത് അതിശയോക്തി അവോയ്ഡ് ചെയ്യുക, അതായത് ഒരു കാര്യം വലുതാക്കി പറയുന്നത് അവോയ്ഡ് ചെയ്തതിന് ശേഷം വസ്തുതകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, വസ്തുതകളിൽ ഉള്ള കാര്യങ്ങൾ മാത്രം അവിടെ പറയുക. മൂന്നാമത്തേത്, ആർഗ്യൂ ബോത്ത് സൈഡ്സ് ഓൺ ദ മാറ്റർ സ്റ്റേറ്റിംഗ് പ്രോസ് ആൻഡ് കോൺസ്. ഓക്കെ, ഗുണങ്ങളും ദോഷങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ 3 പോയിൻറ്റ്സും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം പ്രോബ്ലംസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഏതാണ്? അൺഇൻഫോംഡ് ഓഡിയൻസ് ആണ്. ഓക്കെ, ഒന്നുകൂടി അൺഇൻഫോംഡ് ഓഡിയൻസ്. പക്ഷേ നമ്മൾ നോട്ടിൽ യൂണിഫോംഡ് ഓഡിയൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. അൺഇൻഫോംഡ് ഓഡിയൻസ് ആണ്, ശ്രദ്ധിക്കണേ, അൺഇൻഫോംഡ് ഓഡിയൻസ്. ഓക്കെ, ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഓഡിയൻസ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ കാണുന്ന ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഏതാണ്? അൺഇൻഫോംഡ് ഓഡിയൻസ് ആണ്. ദേ ആർ നോട്ട് സോ ഇൻഫോംഡ് അബൌട്ട് ദ പ്രസൻറ്റേഷൻ ടോപ്പിക്, അതായത് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയാണ് അൺഇൻഫോംഡ് ഓഡിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? മേക്ക് ദം ഇൻഫോംഡ് ബൈ അപ്ലൈയിങ് ഫോളോയിങ് ടെക്നിക്സ്. അപ്പോൾ അവരിലേക്ക് ഇൻഫോർമേഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ പറയുന്ന കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യാം. എന്തൊക്കെയാണ് ടെക്നിക്സ്? ഒന്നാമത്തേത്, സ്റ്റാർട്ട് ദ പ്രസൻറ്റേഷൻ വിത്ത് ക്വസ്റ്റ്യൻസ് സോ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ലെവൽ ഓഫ് ദെയർ നോളജ് ഓൺ ദ ടോപ്പിക്. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യുന്ന നമ്മൾ സ്പീച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓഡിയൻസിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അവരുടെ നോളജ്, അവരുടെ അറിവിൻ്റെ ലെവൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അവരുടെ ലെവൽ ഓഫ് നോളജ് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തേത്, സ്പെൻഡ് മോർ ടൈം എക്സ്പ്ലെയിനിങ് ദ ബേസിക്സ് ഓഫ് ദ ടോപ്പിക്, അതായത് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ വളരെ സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ മാത്രമേ അവർക്ക് എന്ത് ചെയ്യൂ, മനസ്സിലാവൂ. മൂന്നാമത്തേത്, മേക്ക് യൂസ് ഓഫ് സിമ്പിൾ ലാംഗ്വേജ്. എപ്പോഴും ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം. അപ്പോൾ അവരിലേക്കത് പെട്ടെന്ന് എത്തുന്നു, നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ അവരിലേക്ക് പെട്ടെന്ന് എത്താനത് സഹായിക്കുന്നു. യൂസ് ഓഫ് സിമ്പിൾ ലാംഗ്വേജ്. നാലാമത്തേത്, റിലേറ്റ് ഇൻഫോർമേഷൻ ടു സംതിങ് വിച്ച് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അസോസിയേറ്റ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ, പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് റിലേറ്റ് ചെയ്യുക. ഓക്കെ, അൺഇൻഫോംഡ് ഓഡിയൻസ് ഇത്രയേ ഉള്ളൂ. അടുത്ത് നാലാമത്തേത്, സിമ്പത്തറ്റിക് ഓഡിയൻസ്. എന്താണ് സിമ്പത്തറ്റിക് ഓഡിയൻസ് എന്ന് നോക്കാം. ദിസ് ഓഡിയൻസ് ഈസ് വെരി പോസിറ്റീവ് ഇൻ റെസ്പോൺസ്, അതായത് നമ്മുടെ മുന്നിൽ സ്പീക്കറിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ കേൾക്കാനിരിക്കുന്ന ഓഡിയൻസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു? വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ആസ് ദേ ലിസൺ ആൻഡ് എൻജോയ് ദ പ്രസൻറ്റേഷൻ. അപ്പോൾ സ്പീക്കറിൻ്റെ പ്രസൻറ്റേഷനൊക്കെ ഇഷ്ടപ്പെട്ട് അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയാണ് സിമ്പത്തറ്റിക് ഓഡിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ അവർ ടോക്ക്. നമ്മുടെ സംസാരത്തിൽ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ അവതരണത്തിൽ അവർ എന്താണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു, അല്ലെങ്കിൽ അവർ ഹാപ്പിയാണ്. ക്യൂരിയസ് ടു ലിസൺ, അവരെന്താണ് പറയുന്ന ഇൻഫർമേഷൻ വളരെ ക്യൂരിയസ് ആയിട്ട് വളരെ ആകാംക്ഷയോടെ കേൾക്കുന്നു. ആൻഡ് ഡെവലപ്പ് ആൻ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, എന്താണ് സ്പീക്കറുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്തെടുക്കും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഓവർകമ്മിങ് ഇൻഹിബിഷൻസ്. പബ്ലിക് സ്പീക്കിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യാം, അതാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. പബ്ലിക് സ്പീക്കിംഗ് ഓഫൺ ഇൻഡ്യൂസസ് ആങ്സൈറ്റി ആൻഡ് ഫിയർ, കോമൺലി റെഫർ ടു ആസ് സ്റ്റേജ് ഫിയർ. അപ്പോൾ
പൊതുവായിട്ട് നമ്മൾ പൊതുസ്ഥലത്തൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാകുന്നു? ആങ്സൈറ്റി, ഉത്കണ്ഠയും ഭയവും ഒക്കെ ഉണ്ടാകുന്നു. അതിനെ എന്താണ് കോമൺലി പറയുന്നത്? സ്റ്റേജ് ഫിയർ എന്നാണ് പറയുന്നത്. ഒരു സ്റ്റേജിനെ അഭിമുഖീകരിക്കാനുള്ള ഭയം. ഓക്കെ, ദ ഫോളോയിങ് ആർ ദ ടെക്നിക്സ് ടു ഓവർകം ദീസ് ഇൻഹിബിഷൻസ് ആൻഡ് ബിൽഡ് കോൺഫിഡൻസ്. അപ്പോൾ താഴെ പറയുന്ന കുറച്ച് ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് ഈ തടസ്സങ്ങളെ ഓവർകം ചെയ്യാനും നമ്മളെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും സഹായിക്കുന്നു. എന്തൊക്കെയാണ് ആ പോയിൻറ്റ്സ് എന്ന് നോക്കാം. ആദ്യത്തേത് പ്രിപ്പറേഷൻ ആൻഡ് പ്രാക്ടീസ്. നമ്മൾ ഒരു പൊതുവേദിയിൽ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക? പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടി പോവുക. പൊതുസ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് പോവുക. അടുത്തത് ബ്രീത്ത് ടെക്നിക്സ്. നമ്മൾ കുറച്ച് ബ്രീതിങ് എക്സസൈസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളെ മൈൻഡ് ആൻഡ് ബോഡി എന്ത് ചെയ്യാൻ പറ്റുന്നു? കാമാക്കി വയ്ക്കാൻ പറ്റുന്നു. അടുത്തത് പോസിറ്റീവ് വിഷ്വലൈസേഷൻ. പബ്ലിക് സ്പീക്കിംഗ് നടത്തുന്ന സമയത്ത് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ ആങ്സൈറ്റിയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് ഓൾവേസ് പ്രൊവൈഡ് യുവർ ഒപ്പീനിയൻ. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ അഭിപ്രായം എന്ത് ചെയ്യുക? എപ്പോഴും പറയുക. ഓക്കെ, അടുത്തത് ഡോണ്ട് ബ്രൂഡ് ഓവർ യുവർ മിസ്റ്റേക്സ്, ലെറ്റ് തിങ്സ് ഗോ ഓൺ. അതായത് നമുക്ക് പൊതുവേദിയിൽ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുകയാണെങ്കിൽ ആ മിസ്റ്റേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അത് അടുത്ത കാര്യങ്ങളിലേക്ക് പോവുക. ഗ്രാബ് എവറി ഓപ്പർച്യൂണിറ്റി ടു പ്രസൻറ്റ് സംതിങ്. എപ്പോഴും പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് വളരെ നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവാൻ സാധിക്കൂ. ഫോം നെറ്റ്വർക്ക്സ് ഓഫ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. എപ്പോഴും ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരേ മനസ്സുള്ള ആൾക്കാരുമായിട്ട് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ ടെക്നിക്സൊക്കെ യൂസ് ചെയ്താൽ നിങ്ങളുടെ പബ്ലിക് സ്പീക്കിങ്ങിന് ഉള്ള ഇൻഹിബിഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ 3ാമത്തെ ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്